നമുക്ക് 900 കണ്ടിക്കാ പോകേണ്ടത്. നേരെ അടുത്ത സൈഡിലേക്ക് വിടാം. നേരെ 900 കണ്ട് പോകണം. അവിടെ കുറച്ചാണ് പോയി കഴിഞ്ഞാൽ നേരെ നടുവത്ത് നശിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ അവിടെ പൊറോട്ട ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, ബീഫ് കറി ഉണ്ട്. ഒരു 10 മണിയായി കഴിഞ്ഞാൽ ബീവറേജ് കണക്ക്. അത് തന്നെ. അപ്പൊ ഇവന് കാണാനോ, അല്ലെങ്കിൽ ഇവന് കാണാൻ പറ്റത്തില്ല. റെക്കോർഡിങ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ചെറിയൊരു വ്ലോഗറിന്റെ ലുക്ക് ഉണ്ടല്ലോ തന്നെ. ഹലോ ഗൈസ്, ഇതാ നമ്മൾ പോകുന്നത് ബോച്ചയുടെ അതാണ് വീഡിയോന്റെ ഹുക്ക് വീഡിയോ. ഇത് കറങ്ങി ഇതിന്റെ അകത്തോടെ കയറിയായിരുന്നു. അന്നാക്കി കൊണ്ടുവച്ചിട്ട് എനിക്കൊന്ന് മേടിച്ചു നോക്കിയാവോ? കല്യാണത്തിന് വ്ലോഗ് ചെയ്യണോ? നമ്മൾ താഴെ നിന്നുകൊണ്ട് സാധനം നീട്ടി. ഏറെ നേരത്തെ സെർച്ചിങ്ങിനൊടുവിൽ ഞങ്ങൾ ഈ 18 കൂട്ടവും ഊണും എന്ന ഹോട്ടൽ കണ്ടുപിടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് ഗംഭീരമാക്കി. കൊള്ളാം, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മേപ്പാടി പോലീസ് സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ വയനാട് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളിനി അടുത്ത നേരെ ചെമ്പ്ര പീക്കിലോട്ട് പോകാൻ പോവാണ്. എത്ര കിലോമീറ്റർ വേണ്ടി വരും? ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു അവിടെ എഴുതി വെച്ചേക്കുന്നത് 1.5 കിലോമീറ്റർ എന്നാണ്. മിക്കവാറും ആയിരത്തെങ്കിലും ചോദിക്കേണ്ടി വരും. ഒരുപാട് തമിഴ്നാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ആൾറെഡി ഹൈക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരായിരിക്കും. 7 കിലോമീറ്റർ ചെമ്പ്ര പീക്ക് 7 കിലോമീറ്റർ മീൻസ് ചിലപ്പോൾ ചെമ്പ്ര പീക്കിലോട്ടായിരിക്കും 7 കിലോമീറ്റർ. നമുക്ക് കുറച്ച് ഹൈക്ക് ചെയ്യാൻ കാണും, ഒരു 2 കിലോമീറ്റർ ആൾമോസ്റ്റ്. സീസണിലൊക്കെ ചെന്നാൽ നമുക്ക് ട്രെക്കിങ്ങിന് ടിക്കറ്റ് ഒന്നും കിട്ടത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ ഓഫ് സീസണാണ്, ടിക്കറ്റ് കിട്ടുമെന്ന് കരുതുന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള മേഖല, രാത്രി യാത്രക്കാർ ശ്രദ്ധിക്കുക. ഉണ്ട്, അടിക്കാടുകൾ വിട്ട ആൾക്കാരുണ്ട്. ചെമ്പ്ര എസ്റ്റേറ്റ് ടെൻഷനായ ഞങ്ങള്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെമ്പ്ര പിക്കിനിൽ ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നാടാ? ആ ഏരിയയിൽ എടുത്തുകൊണ്ടിരിക്കത്തുള്ളൂ. ഇമാർ ആ ഏരിയയിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ചെമ്പ്ര ട്രെക്കിംഗ് പോയിന്റിലേക്ക് 3 പേർക്കും കൂടെ ഞാൻ ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് റേറ്റ്സ് വരുന്നത് 800 രൂപയാണ് ഒരാൾക്ക്. സ്റ്റുഡൻസിന് 200 രൂപ മറ്റേ ഉള്ളൂ. ഫോറിനേഴ്സിന് പിന്നെയും കൂടുതലാണ്. ഒരാൾക്ക് 1500, 1400, 1600, 1600 അപ്പോൾ നമുക്ക് 800 രൂപ വെച്ചിട്ട് 2400 രൂപയായി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് 2 കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ട് ചെക്കിംഗ് പോയിന്റിൽ നമ്മൾ ചെക്കിൻ ചെയ്ത് വേണം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആൾറെഡി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചുറ്റും കണ്ണൻ ചേട്ടൻ പറഞ്ഞതുപോലെ പച്ചപ്പും ഹരിതാപമാണ്. കണ്ണേട്ടൻ, എനിക്കത് മാറിപ്പോയി, കണ്ണൻ ചേട്ടനും കണ്ണേട്ടനും. നീ എന്നെ ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചാൽ മതിയേ. അങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞതുപോലെ ചുറ്റും പച്ചപ്പും ഹരിതാപയാണ്. കണ്ണേട്ടൻ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു ട്രെക്കിംഗ് തുടങ്ങിയതിനെ പറ്റിയിട്ട്? ഈ താങ്കൾ ഉദ്ദേശിച്ച പച്ചപ്പും ഹരിതാപമാണോ, അതോ പച്ചപ്പിന് ഇത്തിരി കാന്തി കുറഞ്ഞു പോയോ കൂടി പോയോ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇല്ല, നല്ല പച്ചപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പച്ചപ്പുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പി ഇവന്മാരെ 2 പേര് ഇരിക്കുന്ന വെള്ളം നമുക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ അവിടുന്ന് തന്നതാണ്. 1 സൈഡ് 2 കിലോമീറ്റർ ഹൈക്കിംഗ് ഉണ്ട്. ബാക്കി ട്രെക്കിങ്ങിൻ്റെ കാഴ്ചകളുമായി ബാക്കി പരിപാടികളിലേക്ക്. കളഞ്ഞിട്ടിട്ട് പോയ 2-3 കമ്പുകൾ എനിക്കും കണ്ണനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഊന്നി പിടിച്ചാണ് ഞങ്ങളുടെ നടത്താം.
മറ്റേ പാടുണ്ടല്ലോ തമ്പ്രാൻ കൊയ്തേ ഞാത് പൊലിച്ചേ ഞാത് പൊലിച്ചേ. കൊയ്തെടുത്തേ നമ്മള് കൊയ്തെടുത്തേ. അങ്ങനെ ചെമ്പ്ര പീക്കിലേക്കുള്ള നമ്മുടെ ദൗത്യം പകുതി പിന്നിട്ടിരിക്കുന്നു. എവിടാ ഗൈസ് തുടങ്ങിയിട്ടല്ലേ? ഗൈസ് ഇവൻ കള്ളം പറയാണ് ഗൈസ്. ഈ 35-ാമത്തെ വയസ്സിലും വൈശാണ്ട ആ ഒരു ഇത് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കയറ് മറ്റേത് വെച്ചിട്ട് ഡ്രില്ല് ചെയ്ത് കടിപ്പിച്ചിട്ടേടാ താഴോട്ടിട്ടേക്ക്. കേറാനൊരെണ്ണം ഇറങ്ങാനൊരെണ്ണം വെച്ചിട്ട്. കാരക്കേടാ ഇത് കാരക്കാണ് അല്ല കഴപ്പുകൾ പല എത്ര കയറ്റം കയറിയാലും കഴപ്പിനൊന്നും ഒരു കുറവില്ലെന്ന് ആദർശ് പരവർ പറയുന്നു. റെസ്റ്റർ കെട്ട്. അങ്ങനെ ആദ്യത്തെ പകുതി ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി ഒരു 1 hour ട്രെക്കിംഗ് കൂടെ ഉണ്ടെന്നാണ് അവിടുത്തെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. നല്ല രീതിയിൽ കുത്തനെയുള്ള കയറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കണ്ണമ്മനൊക്കെ വശേ ആര് പവർ പോലെ നിൽക്കുന്നു. ഈ പവർക്കുള്ള കാലിൻ്റെ മുട്ടുവരെ നിർത്തിയിട്ട് പറയാൻ പോടെ ഏത് വഴിയാണോ കയറിയ? ഓ നീലാകാശത്തിലെ ദുൽഖറിനെ പോലെ ഉണ്ട് വൈശാണേ. നോക്കി നോക്കി നോക്കി. ഞങ്ങളൊരു 75% ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ട്രക്കിംഗ്. ഇനിയും ഉണ്ട്. വെയിൽ കൂടി വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വൈശാഖനെ കണ്ടു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് നമുക്ക് തോന്നില്ല. അല്ല കോൺക്രീറ്റ് പണിക്കാർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് കവട്ടടിക്കാൻ പോകുന്നില്ല ഇതേക്കൊണ്ട്. പുള്ളി പറഞ്ഞ ശരിയാ, രാവിലെ വന്നാൽ നമുക്ക് ആ തണുപ്പ് കിട്ടും. ഇതാ വെയിലടിക്കുന്നതുകൊണ്ട് ടയേർഡും ആവും, മേലെ നമുക്ക് കൊട്ടപ്പുറ വെയിലും ആയിരിക്കും. ഇത് 2 കിലോമീറ്റർ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. 1.5 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ 1.5 തന്നെ പറഞ്ഞ. ആ അടുത്ത മല കണ്ട്. ഞാൻ എന്തിനു പറഞ്ഞു? ആ കയറോ. ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞാൽ വൈശാന്റെ ഹെൽത്താണ്. 35 വയസ്സായെങ്കിലും പയറ് കണക്കാണ് കയറിപ്പോയത്. ഇത് പറഞ്ഞിട്ട് ഉരുണ്ട് പോണ്. 2 കിലോമീറ്റർ എന്നും പറഞ്ഞ് 800 രൂപ മേടിച്ച് ഞങ്ങളെ കയറ്റി വിട്ടതാണ് ഗൈസ് കേരള വനം വകുപ്പ്. ഇത് 2 കിലോമീറ്റർ അല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി തെറ്റി. കൂടുതലുണ്ട്. എനിക്ക് അളക്കണം. ഇപ്പം അളക്കണുണ്ട്.
ഹൈക്കാൻ വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. വരുന്നവർ 7 മണിക്ക് ഇവിടെ ഈ സ്ഥലം ഓപ്പൺ ചെയ്യും. പറ്റുമെങ്കിൽ ആ ടൈമിൽ തന്നെ കയറി ഹൈക്ക് ചെയ്ത് ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങുന്നത് നല്ലത്. ഈ സമയമാകുമ്പോൾ തിരിച്ചിറങ്ങും. ഞങ്ങളെ പോലെ 10 മണിക്കും 11 മണിക്കും കയറാൻ നിന്നാൽ നമ്മൾ നല്ല രീതിയിൽ ടയേർഡാവും, ഡീഹൈഡ്രേറ്റഡ് ആവും, വെയിലാകും. നമ്മൾ പിന്നെ പ്ലാൻഡ് അല്ലായിരുന്നല്ലോ, നമ്മൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ അല്ലേ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ അല്ലേ. വെയിലാണ് മെയിനായിട്ടുള്ള പ്രശ്നം. വെയിൽ കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു കടമ്പയും കൂടെ കിടക്കാനുണ്ട്. പക്ഷെ തടാകത്തിൻ്റെ അടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റുന്നില്ല, അവിടെ മൊത്തം കാട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ചെമ്പ്ര പീക്കിലേക്ക് നടന്നടുക്കുകയാണ്. ആദ്യം ഒരു ലേക്ക് കണ്ടു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതാണ് മെയിൻ ലേക്ക്. പക്ഷേ ഇതല്ല, ഇതിന് മുകളിലൊരു ലേക്കുണ്ട്, അതാണ് മെയിൻ ലേക്ക്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ചെമ്പറ പീക്കിലെ മുകളിലത്തെ തടാകം എന്ന് പറയുന്നത്. നമ്മൾ എത്ര നേരം എടുത്തടാ? 1.5 മണിക്കൂർ. 2 മണിക്കൂർ അടുപ്പിച്ചെടുത്തു. 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഞങ്ങൾ ഹൈക്ക് ചെയ്ത് ഇവിടെ എത്തിയത് ഏകദേശം 2 മണിക്കൂർ സമയമെടുത്താണ്. ആദ്യമൊക്കെ കുറേ ടഫായിരുന്നു. വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കയറിയുള്ളൂ, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളായി ശരീരമൊക്കെ അനങ്ങിയിട്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രസമായല്ലേ, അങ്ങ് കയറാൻ ഒരു പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇത്ര കയറിയതിൻ്റെ അത്ര പ്രശ്നം കാണത്തില്ലായിരിക്കും അല്ലേ. ഇറങ്ങുമ്പോൾ പ്രശ്നമായിരിക്കും. ഏതായാലും ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ചാടുന്നതും ഇരിക്കുന്നതും ഓടുന്നതും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പേജ് ഫോളോ ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. എക്സ്ക്ലൂസീവ് ആദർശിൻ്റെത് കാണണമെങ്കിൽ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അത് എടുക്കണം. കുറച്ച് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റൊക്കെയാണ് അതിനകത്തിടുന്നത് ഫേസ്ബുക്കിൽ. അത് എത്ര 199 രൂപയാണല്ലേ സബ്സ്ക്രിപ്ഷൻ, ജസ്റ്റ് അത് പേ ചെയ്താൽ മതി. എനിക്ക് മനസ്സിലായില്ല. കണ്ണന് പിന്നെ പ്രത്യേക വെബ്സൈറ്റ് ആണുള്ളത്, www.kannatan.com. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. വയനാട് വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. ഒരു 7 മണിക്കൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ഷീണമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അല്ലാതെ ഉച്ച സമയത്തൊക്കെ കയറിയാൽ നല്ല വെയിലായിരിക്കും, ഇത്തിരി പ്രയാസമായിരിക്കും. അന്നേരം ഇനി ഞങ്ങൾ ഈ ലേക്കിന് ഇങ്ങനെ ഒരു റൗണ്ട് വെച്ചിട്ട് ആ വഴി അങ്ങ് ഇറങ്ങിപ്പോകും. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ, ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ്. ഏയ് അതെന്തോടാ എടാ ഇവിടുന്ന് ഇപ്പം കയറി പോയത്? തവള വല്ലതായിരിക്കും.